ഹായ്, നമ്മൾ ഇന്ന് JB എഡ്യൂഫ്ലൈയുടെ ഈ യൂട്യൂബ് ചാനലിൽ മീറ്റ് ചെയ്യാൻ പോകുന്ന 2 പേരാണ്. ഒരു അപ്പച്ചനും മകളും. ഞങ്ങളൊക്കെ പരിചയമുള്ള ഒരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസിനെ ഞങ്ങൾ വിളിക്കുകയാണെങ്കിൽ, പക്ഷേ അദ്ദേഹം ആളുടെ മകളെ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് അയർലൻഡിൽ എത്തിക്കുക എന്നുള്ള വിഷയമായിരുന്നു. പക്ഷേ മരിയയ്ക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സഹൃദയിൽ പഠിച്ചു, മരിയ സഹൃദയിൽ പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ അയർലൻഡിലേക്ക് സേതു എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലേക്ക് അത്യാവശ്യം നല്ല സ്കോളർഷിപ്പിൽ തന്നെ, അതായത് €5,000 എബവ് സ്കോളർഷിപ്പിൽ ആ കുട്ടി ഇപ്പോൾ വിസ കിട്ടി ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവരെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ വീഡിയോയിൽ. വെൽക്കം ടു ദിസ് വീഡിയോ മരിയ. ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഓക്കെ, നമ്മൾ ഈ ഒരു പഠിച്ചു ബയോമെഡിക്കൽ പഠിക്കാൻ. അതെന്തായിരുന്നു ഒരു റീസൺ? താങ്കൾ +2 കഴിയുമ്പോൾ ആരെങ്കിലും അഡ്വൈസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് പഠിക്കണമെന്നോ? എന്താണ് താങ്കൾക്കൊരു തോട്ട് വരാനുള്ള കാരണം? ഒരു തോട്ട് ഉണ്ടായിരുന്നില്ല ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വരണം എന്നുള്ളൊരു, ഒരിക്കലും ഒരു എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണം എന്നൊരു തോട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ ആണ് എല്ലാവരെയും അന്വേഷിച്ച് അങ്ങനെയാണ് ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ശരിക്കും വേറൊരു കോഴ്സ് എടുക്കാനാണ് സഹദയിൽ പോയത്, ബയോടെക്നോളജി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു അഡ്വൈസിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ ടീച്ചേഴ്സ് ആണ് നമ്മുടെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വിട്ടത്. അവർ എന്താ നമ്മുടെ ICUയിലുള്ള എക്യുപ്മെന്റ്സ്, നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ് ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ആരും ഈ ഗേൾസ് നമ്മളെ ഇൻവോൾവ് ആവില്ല, പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ് ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ. ഫാദർ ഇൻവോൾവ് ചെയ്തിട്ടൊന്നുമില്ല? അമ്മയുടെ കാര്യം പറഞ്ഞു കേട്ടു. ഫാദർ നമ്മുടെ ഒരു ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. എന്താ ചെയ്യണ്ടേ? അവരെ നോക്കണ്ട, കിട്ടുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, ഒരു ഫാദർ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിന് തന്നെ കോഴ്സ് സെലക്ട് ചെയ്യാനും, എന്നാൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും, ശരിയല്ലേ? എല്ലാ സപ്പോർട്ടും എത്തില്ല. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിവിടെ മുന്നേ വരുന്ന പരിചയപ്പെടുമ്പോഴൊക്കെ മനസ്സിലായി. അങ്ങനെ ബയോമെഡിക്കൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അതിനുശേഷം എന്താ ചെയ്തത്? 2 വർഷം വർക്ക് ചെയ്തു. എവിടെ? ക്യാപ്ജെമിനി സർവീസ് ക്യാപ്ജെമിനി എന്ന് പറഞ്ഞ കമ്പനി ബാംഗ്ലൂർ വർക്ക് ചെയ്തു. ടെസ്റ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അതും മെഡിക്കൽ ഡിവൈസസിന്റെ ടെസ്റ്റർ ആയിട്ട്, മെഡിക്കൽ ഡിവൈസസ് സോഫ്റ്റ്വെയറിൽ ടെസ്റ്റർ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ തോന്നി എന്തായാലും പുറത്ത് പോകാം, ഹയർ സ്റ്റഡീസിന് തോന്നി. അതിൻ്റെ പ്രൊമോഷൻ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞത് ദാറ്റ്സ് കമ്പനി, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറോട് കൂടി നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ദ ബെസ്റ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ദിസ് എക്സ്പീരിയൻസ് ക്യാൻ എക്സ്പ്ലോർ ഇൻ അയർലൻഡ്. മനസ്സിലാവണ്ട? അയർലൻഡിൽ നിങ്ങളൊരു എക്സ്പീരിയൻസോട് കൂടി പോകാൻ പറ്റുകയാണെങ്കിൽ ദ ബെസ്റ്റ് തന്നെയാണ്. ഇത് താങ്കൾക്ക് അവിടെ മാക്സിമം താങ്കളുടെ കരിയർ ഹൈറ്റ്സിന് ഉപയോഗിക്കാൻ പറ്റും, അതിന് ഉപയോഗിക്കാൻ പറ്റണം. ഓക്കെ, പ്രത്യേകിച്ച് അയർലൻഡ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകത ഉണ്ട്. എന്താണ് അയർലൻഡിന്റെ പ്രത്യേകത? മെഡിക്കൽ കൺട്രിയാണ് അത്. മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കൺട്രി. അവരുടെ CGPA നമ്മൾ പറയില്ല, അവിടുത്തെ നമ്മുടെ വരുമാനത്തിൻ്റെ മാക്സിമം 35% ഫാർമസ്യൂട്ടിക്കൽ കണക്റ്റഡ് ആണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഈ പ്രോഗ്രാം, എന്ത് പ്രോഗ്രാമിനാണ് പോകുന്നത്? മെഡിക്കൽ ഡിവൈസ് റെഗുലേറ്ററി അഫയേഴ്സ്. ഏതാ യൂണിവേഴ്സിറ്റി? സൗത്ത് ഈസ്റ്റ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, സേതു എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് ടെക്നോളജി. എവിടെയാണ് വരുന്ന യൂണിവേഴ്സിറ്റി? കാർലോയിലാണ്. കാർലോ തന്നെയാണ് അയർലൻഡിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കലിൻ്റെ ഒരു ഹബ്ബായിട്ട് അറിയപ്പെടുന്ന സ്ഥലം. അവിടേക്കാണ് കുട്ടി പോകുന്നത്, സേതുവിലാണ്. എനിക്ക് തോന്നുന്നു എങ്ങനെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയെന്ന് പറയുന്നില്ല, അതെങ്ങനെ കിട്ടി? അത് ഞാൻ എഞ്ചിനീയറിംഗ് കോഴ്സും പിന്നെ ഡുവലിംഗോന്റെ സ്കോറും വെച്ചിട്ടാണ് എനിക്ക് സ്കോളർഷിപ്പ്. എത്ര കിട്ടി സ്കോളർഷിപ്പ്? €5,000. ടോട്ടൽ വരുന്ന ഫീസ് €14,000 നിന്ന് €9,000 ഒരു ഫാർമസ്യൂട്ടിക്കൽ റെഗുലേറ്ററി അഫയേഴ്സ് പ്രോഗ്രാം. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഒന്ന് താങ്കളുടെ ഡ്യൂലിംഗ് എക്സ്പീരിയൻസ്, ബയോമെഡിക്കലിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ തുച്ഛമായൊരു പൈസയ്ക്ക് തന്നെയാണ് അയർലൻഡിൽ ഈ പ്രോഗ്രാമിന് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത്. അതിൻ്റെ മെറിറ്റ് അല്ലേ, മീൻസ് ഫാമിലിക്ക് എൻജോയ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ എത്ര ഒരുക്കി ജോലിക്ക് വിട്ടു പഠിപ്പിച്ചു, സ്കോളർഷിപ്പ് പേയ്മെൻറ്റ്സോടുകൂടി വിടാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എനിവേ, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് അവർ സർവീസ്? JB എഡ്യൂഫ്ലൈയിലേക്ക് താങ്കൾ വരാനുള്ള കാരണം എന്തായിരിക്കും?
JB Edufly അപ്പന്റെ ഫ്രണ്ട് ആയിരുന്നു ജോസഫ് സാർ. ജോസഫ് സാറിനെ കണക്ട് ചെയ്തിട്ടാണ് സാറാണ് നമ്മളെ ഇവിടേക്ക്. പക്ഷെ ഒരിക്കലും നമ്മളെ ഡിസപ്പോയിന്റ്മെന്റ് ആക്കിയിട്ടില്ല. മഞ്ജു മാമും മരിയ മാമും നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അവരുടെ ഗൈഡൻസും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ വിടുള്ളൂ. അപ്പോ ഒരു ഫുൾ ജേർണി അവർ കൂടെ ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിനും. ഈ വിസയുടെ ഒക്കെ ഞാൻ ശരിക്കും നല്ല ടെൻഷൻ അടിച്ച സമയമായിരുന്നു. പക്ഷെ അവരൊക്കെ എല്ലാം നമ്മുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ പ്രൊസീജിയറും അവർ തന്നെ നിന്നിട്ട് അവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മുടെ ഒരു പൈസ എമൗണ്ട് അവർ വാങ്ങിക്കണില്ല. പക്ഷെ എന്നിട്ട് അവര് ഒരു നല്ലൊരു സപ്പോർട്ടാണ് അവരുടെ നിന്നൊക്കെ കിട്ടിയത്. അപ്പൊ JB Edufly താങ്കൾ എന്തെങ്കിലും ഓർക്കും? ഫാദർ ഓർക്കുണ്ടാവും അറിയാന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ജോസഫ് സാറിന്റെ ഫ്രണ്ടാണ്, ഞങ്ങളുടെയും ഒരു കോമൺ ഫ്രണ്ടാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നു. ഫാദർ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താലും പലപ്പോഴും ഏജൻസികളിലൊക്കെ ചെല്ലുമ്പോ പല ആൾക്കാരും പല ഏജൻസിനെ പറ്റി പറഞ്ഞു. ഫ്രണ്ട് തന്നെ പല ഏജൻസിയും പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു ആളാണ്. അപ്പൊ പിന്നെ അന്വേഷിച്ചപ്പോഴും എഡിഫ്ലൈനെ പറ്റിയിട്ട് നല്ല നല്ല കേട്ടിരിക്കുന്നത്. പല സ്ഥലത്തും ഇൻ അഡീഷൻ ഭയങ്കര പൈസ വാങ്ങിച്ചുള്ള ഫ്രണ്ട് തന്നെ വേറെ സ്ഥലത്തൊക്കെ നല്ല പൈസ ഓരോ സർവീസിനും അവര് പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന എന്നോട് പറയും. ഞാൻ പറഞ്ഞു നമ്മള് എന്ത് പറഞ്ഞാലും ഒരു സ്ഥലത്തേക്ക് പോകില്ല, നമ്മൾ ഈ സ്ഥലം തന്നെയാണ് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ വാല്യൂ ഫോർ സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയില്ല, ആ സർവീസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ JB Eduflyയുടെ ഒപ്പം ഈ മരിയ റെഗുലേറ്ററി അഫയേഴ്സിന് സ്കോളർഷിപ്പോടുകൂടി ഫ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ കുട്ടികൾക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഹൈറ്റിലെത്താൻ വീണ്ടും എനിക്ക് തരാനുള്ള അഡ്വൈസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് മരിയോട് റിപ്പീറ്റ് ചെയ്യാണ്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും ഫെഡപ്പ് ആവേണ്ട കാര്യമില്ല. യു കം ബാക്ക് ടു ഇന്ത്യ ആഫ്റ്റർ 10 years. ദിസ് ഈസ് നോട്ട് എ സിനാരിയോ. യു ക്യാൻ ബിക്കം എ CEO ഓഫ് എ കമ്പനി ആൻഡ് സെർവ് ഫോർ ദ നേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഫോറിൻ എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതാണ്. സ്റ്റഡീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് പറ്റട്ടെ. ഞങ്ങളിൽ നിങ്ങൾക്ക് ഫീലുള്ള പോലെ നിങ്ങൾ ഞങ്ങളെ റെഫർ ചെയ്യുന്നത് ഞങ്ങൾ വിചാരിക്കും. ഷുവർ. ചെന്നിട്ട് ഇടയ്ക്കൊക്കെ വിളിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ജേർണി ആൻഡ് സക്സസ്. താങ്ക് യു ഫ്രാൻസിസ്. ഓൾസോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.